അല്പനേരത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. യാഹ്വേയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. ഏദൻ തോട്ടത്തിൽ മനുഷ്യന് കൊടുത്തതായ 2 ജോലിയാണ്. 1 ആ തോട്ടത്തിൽ വേല ചെയ്യുക, 2 അതിനെ കാക്കുക അഥവാ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് മുമ്പും പിമ്പും ഉള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ എന്തൊക്കെ ദൈവം സൃഷ്ടിച്ചുവെന്നും ഏതൊക്കെ അതിനകത്തിലാക്കിയെന്നും നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നു. അപ്പോൾ ജീവിവർഗങ്ങളിൽ ഏദൻ തോട്ടത്തിലാക്കിയിരിക്കുന്നത് 2 പേരെയാണ്, ആദാമിനെയും ഹവ്വയെയും. വേറെ ആരെയും കർത്താവ് ഏദൻ തോട്ടത്തിലാക്കിയതായി നമ്മൾ വായിക്കുന്നില്ല. അപ്പോൾ ആക്കി വെച്ചതായ 2 പേർക്ക് മനുഷ്യന് കൊടുത്തതായ ജോലി എന്ന് പറയുന്നത് അവിടെ വേല ചെയ്യണം, 2 അതിനെ കാക്കണം. അത് വിശ്വസ്തയോടെ അതിനെ കാക്കണം. വിശ്വസ്തയോടെ അതിനെ കാക്കുവാൻ വേണ്ടി ദൈവം അവിടെ ഏൽപ്പിച്ചിരിക്കെ ആ വിശ്വസ്തതയിൽ ആദാമിന് വീഴ്ച പറ്റിയോ എന്നുള്ളതാണ് അല്പനിമിഷം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. സ്വാഭാവികമായി നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആദാം ഒരു തെറ്റ് ചെയ്തു, ഹവ്വ അതിന് കാരണമായി തീർന്നു. ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ഫലം ഭക്ഷിച്ചു. ആ ഫലം ഭക്ഷിച്ചതുകൊണ്ട് 2 പേരും തേജസ് നഷ്ടപ്പെട്ട് ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്തായി കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ എടുത്തിരിക്കുന്നതായ മണ്ണിലേക്ക് തിരികെ പോകേണ്ട വന്നു. മുള്ളും പറക്കാരെയും മുളയ്ക്കുന്ന അതോടെ ശാപങ്ങൾ കിട്ടിയതായ ഒരു ഭൂമിയിലേക്ക് അവർക്കിരുവർക്കും താമസം മാറ്റേണ്ട വന്നു. എന്നാൽ അതിനു മുമ്പുള്ള ചില കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ചിന്താവിഷയമായത്. ആ ചിന്താവിഷയം എന്ന് പറയുന്നത്, നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമെന്ന് പറയുന്നത്, കർത്താവ് ആദാമിനെ ആക്കി വെച്ചത് ഏദൻ തോട്ടം കാപ്പാനാണ്, അതിൽ വേല ചെയ്യുവാനും. ഏദൻ തോട്ടം കാക്കുക എന്ന് പറയുമ്പോൾ ശത്രു അതിനകത്ത് കയറാതെ, ശത്രുവിൻ്റെ യാതൊരുവിധ തന്ത്രങ്ങളും ഫലിക്കാതെ അത് കാക്കണം. ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ അത് വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും കർത്തവ്യമാണ്. എന്നാൽ ആദാമിനെ ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ ആ ആദാം ഏറ്റെടുത്തതായ ഉത്തരവാദിത്വം അതിനകത്തേക്ക് പാമ്പ് എങ്ങനെ കയറി വന്നു? ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് മനുഷ്യനെയാണ്. മനുഷ്യനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായിട്ട് സൂക്ഷിച്ചിരുന്നു എങ്കിൽ, കാവൽ ചെയ്തിരുന്നു എങ്കിൽ ആ ഏദൻ തോട്ടത്തിനകത്തേക്ക് പാമ്പ് കയറി വരികയില്ലായിരുന്നു. ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്യാതിരുന്നത് കൊണ്ട് പാമ്പ് അവിടെ കയറി വരികയും അത് പാപത്തിനൊരു മൂലകാരണമായി മാറുകയും ചെയ്തു. അല്ല എങ്കിൽ ഏദൻ തോട്ടം നഷ്ടപ്പെടാനുള്ളതായ അടിസ്ഥാനപരമായൊരു കാരണമായി ഏൽപ്പിച്ച ജോലി ഉത്തരവാദിത്വത്തോടെ അഥവാ വിശ്വസ്തയോടെ ചെയ്യാതിരുന്നത് കൊണ്ട് അതിനകത്ത് പാമ്പ് കയറി വന്നു. കൃത്യമായിട്ട് ആ ജോലി ചെയ്തിരുന്നു എങ്കിൽ അതിനകത്തേക്ക് പാമ്പ് കയറി വരികയില്ലായിരുന്നു. കാവൽക്കാരൻ തൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നു. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ തോട്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ പറയുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ സഭയെ സൂക്ഷിക്കാൻ ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായത് ആ ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആൾക്കാരെയാണ്. ഇപ്പോൾ ഓരോ സഭയും അല്ലെങ്കിൽ ഓരോ ചർച്ചുകളും ഒരു ട്രസ്റ്റായിട്ടോ ചർച്ചായിട്ടോ രജിസ്റ്റർ ചെയ്തതായ ആ സഭയെ മേയ്ക്കുവാൻ വേണ്ടി കാക്കുവാൻ വേണ്ടി ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഈ മാറി മാറി വരുന്ന ശുശ്രൂഷകർ, അത് അച്ഛന്മാരാണെങ്കിലും പുരോഹിതന്മാരാണെങ്കിലും പാസ്റ്റർമാരാണെങ്കിലും ഉപദേശിമാരാണെങ്കിലും അവർക്കുള്ള ജോലി എന്ന് പറയുന്നത് ആ സഭയാകുന്ന തോട്ടത്തെ കൃത്യമായും കാവൽ ചെയ്തുകൊണ്ട് ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് 1 വർഷമേ ഉള്ളൂ, 2 വർഷമേ ഉള്ളൂ, അല്ലെങ്കിൽ 3 വർഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ തോട്ടത്തെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ കൃത്യമായിട്ട് ചെയ്യാതെ, ആ കാവൽ ശുശ്രൂഷ കൃത്യമായിട്ട് ചെയ്യാതെ തനിക്ക് ബോധിച്ചതുപോലെ ചെയ്താൽ നിശ്ചയമായും അവർ ദൈവത്തിൻ്റെ ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷാവിധി വഹിക്കേണ്ട വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ശുശ്രൂഷകന്മാരുടെ കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ഓരോ വിശ്വാസികളും
അവരെ ഏൽപ്പിച്ചതായ ഓരോ ജോലിയുണ്ട്. സഭയായ തോട്ടത്തിൽ മാത്രമല്ല, അവരുടെ നിത്യജീവിതത്തിലും അവരെ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ, അത് ജോലിയാകട്ടെ മറ്റു ഉത്തരവാദിത്തങ്ങളാകട്ടെ, അതേതാണ് എങ്കിലും അത് വിശ്വസ്തയോടെ അവർ ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ അത് അനുഗ്രഹത്തിന് പകരം ഒരു തകർച്ചയ്ക്ക് കാരണമായി മാറും. അനുഗ്രഹത്തിന് പകരം തകർച്ചയ്ക്ക് കാരണമായി മാറാതിരിക്കേണ്ടതിന് അവരെ ഏൽപ്പിച്ചതായ ജോലി അത് ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട വരും. ക്രിസ്തുവിലായതുകൊണ്ട് എനിക്ക് എങ്ങനെയും ആകാം, എങ്ങനെയും തോന്നുന്ന പോലെ നടക്കാൻ എനിക്കൊരു അകത്തൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ച് ഞാൻ മൂവ് ചെയ്യും. എന്നാൽ എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്ത വിശ്വാസത്തോടെ ഞാൻ ചെയ്യുകയില്ല എന്നുള്ളത് നിർബന്ധം പിടിച്ചാൽ, അല്ലെങ്കിൽ അകത്ത് അങ്ങനെ ഒരു തീരുമാനമുണ്ടായി പുറത്ത് അതിൻ്റെ പ്രതിഫലനമുണ്ടായാൽ, തീർച്ചയായിട്ടും അകത്ത് ഏദൻ തോട്ടത്തിൽ കടന്നു വന്ന പാമ്പിനെ പോലെ പാപത്തിന് മൂലകാരണമായതായ വ്യക്തി കടന്നു വരികയും ആ സൂക്ഷിപ്പിന് ഭംഗം വരികയും അത് ഒരു തകർച്ചയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഞാൻ ഏൽപ്പിക്കപ്പെട്ട സ്ഥലത്ത് വിശ്വസ്തയോടെ ആയിരിക്കുന്നുവോ ഇല്ലയോ എന്ന് ചിന്തിക്കുക. നമുക്കേയും കാണുന്നത് ഭൗതികമായ കാര്യങ്ങളെ കാഴ്ച കൊണ്ട് കാണുന്നതാണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിരീശ്വരവാദികൾ ദൈവമില്ല എന്ന് പറയുന്നു, ദൈവവിശ്വാസികൾ ദൈവമുണ്ടെന്ന് പറയുന്നു. ദൈവമുണ്ടെന്ന് പറയുകയും ദൈവം കൊടുത്ത കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുകയും ദൈവത്തിന് വിരുദ്ധമായി നീങ്ങുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതാണ് കൊടിയ പാപം എന്ന് പറയുന്നത്. ബൈബിളിൽ സങ്കീർത്തനത്തിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് പറയുന്നവനെ മൂഢനെന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ അവിടെ തള്ളുകയാണ്. എന്നാൽ നേരെ മറിച്ച് അത് ഒരു ദൈവിക വിശ്വാസി വിഗ്രഹാരാധനയിലേക്കോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ പോകുകയോ മുഴുകുകയോ ചെയ്യുമ്പോൾ അതിന് ഇതിനേക്കാൾ എത്രയോ മടങ്ങ് ശിക്ഷയാണ് ബൈബിളിൽ പറയുന്നത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, ദൈവം ഏൽപ്പിച്ചതായ ശുശ്രൂഷ അത് വിശ്വസ്തയോടെ വ്യക്തമായി ചെയ്യുക തന്നെ വേണം. ആ ശുശ്രൂഷയിൽ നിന്ന് മാറുവാൻ യാതൊരു കാരണവശാലും പാടില്ല. അപ്പോൾ അത് മാറിയാൽ അത് നമ്മുടെ അനുഗ്രഹത്തിന് അല്ലെങ്കിൽ വിടുതലിന് ഒരു തടസ്സമായി മാറുക തന്നെ ചെയ്യും. അത് നമ്മളിപ്പോൾ ചെയ്യുന്നതായ ഒരു കാര്യം, നമ്മളിപ്പോൾ ചെയ്യുന്നതായ ഒരു ഉത്തരവാദിത്വം, അതിനകത്തിൽ നമ്മുടെ ലാഭമോ അല്ലെങ്കിൽ വ്യക്തിപരമായ പോഴ്ചയോ സാമ്പത്തിക നേട്ടമോ ഉദ്ദേശിച്ച് അതിനകത്ത് വെള്ളം ചേർക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു നാൾ നാം അതിന് സമാധാനം പറയേണ്ടി വരും. മനുഷ്യൻ സ്വന്തം ശരീരത്തിലിരിക്കെ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ദൈവസന്നിധി നിൽക്കേണ്ടതാകുന്നു. ഇത് യാഥാർത്ഥ്യമാണ് എങ്കിൽ, ഇത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, പലരും ഇതിന് വിരുദ്ധമായി നീങ്ങുന്നുണ്ടെങ്കിൽ, പുരോഹിതന്മാരാണെങ്കിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുശ്രൂഷകന്മാരാണെങ്കിലും, പാസ്റ്റർമാരാണെങ്കിലും, ഉപദേശിമാരാണെങ്കിലും അതിന് വിരുദ്ധമായി നീങ്ങുന്നുണ്ടെങ്കിൽ അവർ ഒരു കാര്യം വിളിച്ചു പറയുകയാണ്, ദൈവം ഇല്ല എന്ന് മാനസികമായി അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവത്തിലാണ് ആശ്രയിക്കുകയും ചെയ്യുകയും എന്ന് പറയുമ്പോൾ ഈ വിശ്വസ്തത നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. ആ വിശ്വസ്തതയിൽ നാം മാറ്റം വരുത്തുകയാണ് എങ്കിൽ തീർച്ചയായും അതിൻ്റെ പരാജയം നാം ഏറ്റുവാങ്ങേണ്ട വരിക തന്നെ ചെയ്യും.